ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ഞാനും തൻ്റെ കൂടെ അപ്പുവിൻ്റെ സ്കൂളിലേക്ക് വരാം ശ്യാമയെന്ന് അഖില് പറയുമ്പോൾ ശ്യാമ പറയുകയാണ്, വേണ്ട സാർ, സാറ് ഒരു ഫയൽ എടുക്കാൻ വേണ്ടിയല്ലേ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ സാറ് തനിയെ തന്നെ പോകണം, അല്ലാതെ ഞാനും കൂടി വരാൻ പാടില്ല, അങ്ങനെയാ പറയാറ്. തനിക്ക് എന്തൊരു അന്ധവിശ്വാസമാടോ. ഇത് വേറെ ആരെങ്കിലും ആയിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ ഞാൻ വിശ്വസിക്കാനേ പോകുന്നില്ല. പക്ഷേ എൻ്റെ ഭാര്യയല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് തന്നെ അത്ര വിശ്വാസമാണ്. ഇത് കേൾക്കുന്ന ശ്യാമ അഖിലിനെ നോക്കുമ്പോൾ അഖില് പറയുകയാണ്, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഒരു കുഞ്ഞു സമ്മാനം പോലും എനിക്കില്ലേ എന്ന് പറഞ്ഞ് അഖില് തന്റെ കവിള് തൊട്ട് കാണിക്കുമ്പോൾ അഖിലിന്റെ കയ്യിൽ പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ് ശ്യാമ. ഇത് കാണുന്ന അഖില് പറയുകയാണ്, ഇങ്ങനെയാണെങ്കിലേ എല്ലാ ദിവസവും ഞാൻ ഓരോരോ ഫയൽ വെച്ച് മറന്നു വെച്ചിട്ട് പോകാം. അപ്പോൾ എന്നും ഇങ്ങനെ സമ്മാനം കിട്ടുമല്ലോ. എങ്കിൽ ശരി, താൻ പോയിട്ട് വായെന്ന് അഖില് പറയുമ്പോൾ ശ്യാമ പുറത്തേക്ക് പോവുകയാണ്. എന്റെ കണ്ണ, എന്നോട് ക്ഷമിക്കണേ, എനിക്ക് വീണ്ടും കള്ളം പറയേണ്ടി വന്നു. അത്രയും പറഞ്ഞ് ശ്യാമ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പിന്നീട് കാണിക്കുന്നത് ശ്യാമ ക്ലബ്ബിൽ ചെന്ന് നിന്ന് അരുന്ധതിയെ വിളിക്കുന്നതാണ്. മേഡം, ഞാൻ ഈ സ്റ്റേജിന്റെ പുറകിലുണ്ടെന്ന് ശ്യാമ പറയുമ്പോൾ അവിടെ തന്നെ നിന്നു, ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് അരുന്ധതി പറയുന്നു. അങ്ങനെ ശ്യാമ ഫോൺ വെച്ചിട്ട് തിരിയുമ്പോഴാണ് അങ്ങോട്ടേക്ക് വരുന്ന വസുന്ധരയും കൂട്ടുകാരികളെയും ശ്യാമ കാണുന്നത്. എല്ലാം ഇപ്പോൾ അവസാനിക്കും, അമ്മ എന്നെ കാണുമെന്ന് പറഞ്ഞ് ശ്യാമ പേടിയോടെ തിരിഞ്ഞു നിൽക്കുമ്പോൾ ശ്യാമയെ ശ്രദ്ധിക്കാതെ വസുന്ധര അവിടെ നിന്ന് പോവുകയാണ്. ഇത് കാണുന്ന ശ്യാമ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവയ്ക്കുകയാണ്. അതേസമയം അങ്ങോട്ടേക്ക് അരുന്ധതി വരുമ്പോൾ ശ്യാമ പറയുകയാണ്, മേഡം, ഞാൻ പാടുന്നില്ല, ഞാൻ പോവുകയാണ്. പോവുകയോ? എങ്ങോട്ട്? എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അത് പിന്നെ മേഡം, അഖിൽ സാറിന്റെ അമ്മ വന്നിട്ടുണ്ട്. അമ്മയും അമ്മയുടെ കൂട്ടുകാരും എല്ലാം ഉണ്ട്, എനിക്ക് പേടിയാ. ഞാൻ പോകുവാ മേഡം എന്ന് പറഞ്ഞ് ശ്യാമ പോകാനൊരുങ്ങുമ്പോൾ അരുന്ധതി ശ്യാമയെ പിടിച്ചു നിർത്തുകയാണ്. മേഡം, എനിക്ക് നാളെ കമ്പനിയിൽ ചാർജ് എടുക്കേണ്ടതാണ്. ഇന്ന് ഇവിടെയെങ്ങാനും എന്നെ കണ്ടാല് ഞാൻ എല്ലാവരെയും പറ്റിച്ചെന്ന് അമ്മ ചെന്ന് വീട്ടിൽ പോയി പറയും. ഇത് കേൾക്കുന്ന അരുന്ധതി ശ്യാമയുടെ കയ്യിലെ പിടി മുറുക്കിയിട്ട് പറയുകയാണ്, നീ ആരെ വേണമെങ്കിലും പറ്റിച്ചോ, പക്ഷേ ഞങ്ങളെ പറ്റിച്ചിട്ട് പോകാനേ ഞാൻ നിന്നെ സമ്മതിക്കില്ല. ഇതിനോടകം തന്നെ വിസ്മയ ഗ്രീൻ റൂമിലേക്ക് കയറിയിരിക്കുകയാണ്. ഇനിയും നീ പാടിയില്ലെങ്കിൽ ഞാനും വിസ്മയും കൂടി ആത്മഹത്യ ചെയ്യും. നിന്റെ പേരെഴുതി വെച്ചിട്ടായിരിക്കും ഞങ്ങൾ ചാകുന്നത്. ഇത് കേൾക്കുന്ന ശ്യാമൻ ഞെട്ടലോടെ അരുന്ധതിയെ നോക്കുകയാണ്. ഒന്നാമതേ കൃഷ്ണ തുളസി എന്ന പേരിൽ ഒരുത്തി വന്നിട്ടുണ്ട്, അതിന്റെ വെപ്രാളത്തിലാ ഞങ്ങള്. മേഡം, അമ്മ കാണും, അതുറപ്പാണ്. എനിക്ക് പേടിയാണ്. പ്രോഗ്രാം കഴിഞ്ഞുടനെ നമുക്ക് പോകാം. ഞാൻ നിന്നെ ഒരു റൂമിലേക്ക് കൊണ്ടുപോകാം. അങ്ങോട്ടേക്ക് എന്താണെങ്കിലും വസുന്ധര വരില്ല. ഒരാൾക്കൊരു വാക്ക് കൊടുത്തിട്ടേ അതിൽ നിന്നും പിന്മാറുന്നത് ദൈവത്തിനെ ചതിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ ശ്യാമയും കൂട്ടിക്കൊണ്ട് അരുന്ധതി ഒരു മുറിയിലേക്ക് പോവുകയാണ്. മേഡം, എനിക്ക് പേടിയാകുന്നു, അമ്മ കണ്ടാൽ ആകെ പ്രശ്നമാകും. അപ്പോൾ ഇവിടെ നിൽക്ക്, ഒരു പ്രശ്നവും ഉണ്ടാകില്ല. ഞാനേ പോയി റെക്കോർഡിസ്റ്റിനെ വിളിച്ചിട്ട് വരാം. അതേസമയം അതിലെ വസുന്ധര പോവുകയാണ്. വസുന്ധര എന്നാൽ ഇവരെ ശ്രദ്ധിക്കുന്നില്ല. ഭാഗ്യം, ഞാൻ വിചാരിച്ചു വസുന്ധര കണ്ടെന്ന് എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് പോയ വസുന്ധര തിരിച്ചു വരികയാണ്. സുന്ദരയെ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ശ്യാമയും അരുന്ധതിയും. അല്ല, മോൾ എന്താ ഇവിടെ എന്ന് വസുന്ധര ചോദിക്കുമ്പോ ശ്യാമ ഒരു പരിഭ്രാന്തിയോടെ നിൽക്കുകയാണ്. തുടർന്ന് വസുന്ധരയുടെ കൂട്ടുകാരി ചോദിക്കുകയാണ്, ആരാ വസുന്ധര ഇത്? ഇത് എന്റെ അഖിയുടെ ഭാര്യയാണ്, ഞങ്ങളുടെ കമ്പനിയുടെ വൈസ് ചെയർപേഴ്സൺ. ആളെ ചാർജ് എടുക്കാൻ പോവുകയാണ്. അല്ല മോളെ ശ്യാമേ, നീ എങ്ങനെ ഇവിടെ വന്നു? അത് പിന്നെ അമ്മയെ വിസ്മയെ വിളിച്ചിട്ട് വന്നതാ. വിസ്മയുടെ പാട്ടുണ്ട്, കേൾക്കാൻ വരണമെന്ന് പറഞ്ഞു. തുടർന്ന് വസുന്ധരയുടെ കൂട്ടുകാരി ചോദിക്കുകയാണ്, ഈ മരുമകളെ കുറിച്ചാണോ വസുന്ധര പറഞ്ഞത്? വീട്ടിൽ നിന്നും പുറത്തിറങ്ങില്ലെന്നും ക്ലബിലൊന്നും പോകില്ലെന്നും. ഞങ്ങളൊക്കെ വിസ്മയുടെ ഫാൻസ് ആണ്, വിസ്മയുടെ പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രമാ ഞങ്ങളൊക്കെ വന്നതെന്ന് വസുന്ധരയുടെ കൂട്ടുകാരി അരുന്ധതിയോട് പറയുകയാണ്. ഞാൻ ശ്യാമയെ ഇവിടെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ എന്ന് വസുന്ധര പറയുമ്പോൾ അരുന്ധതി പറയുകയാണ്, വിസ്മയ്ക്ക് ഒരേ നിർബന്ധം ശ്യാമയെ കാണണമെന്ന്. വിളിച്ചപ്പോ ശ്യാമ അമ്പലത്തിലായിരുന്നു, വീട്ടിൽ പറഞ്ഞിട്ട് വരാമെന്ന് ഇവള് പറഞ്ഞതാ. ഞങ്ങളാ പറഞ്ഞത് പിന്നെ പറയാമെന്ന്. അതേസമയം വിസ്മയുടെ പാട്ട് തുടങ്ങാൻ പോകുന്നെന്ന് അനൗൺസ് ചെയ്യുകയാണ്. വാ മോളെ ശ്യാമേ, നമുക്ക് പോയിരുന്ന് വിസ്മയുടെ പാട്ട് കേൾക്കാമെന്ന് വസുന്ധര പറയുമ്പോ അത് പിന്നെ അമ്മേ, ഞാൻ എന്നൊക്കെ വാക്കുകൾ കിട്ടാതെ തപ്പുകയാണ് ശ്യാമ. മോള് വരുന്നില്ലെന്നാണോ? അത് പിന്നെ ഇവൾ എന്റെ കൂടെ ഇരിക്കട്ടെ വസുന്ധരെ, അതാകുമ്പോ വിസ്മയുടെ പാട്ട് മുന്നിൽ നിന്ന് തന്നെ കാണാലോ എന്ന് അരുന്ധതി പറയുന്നു. എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് വസുന്ധര തന്റെ കൂട്ടുകാരികൾക്കൊപ്പം പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. അപ്പച്ചിയെയും ഐശ്വര്യമാണ് കാണിക്കുന്നത്. എന്നാലും എന്റെ മോളെ, നമ്മൾ ഇന്നലെ അങ്ങനെ കാണിക്കാൻ പാടില്ലായിരുന്നു. നമ്മൾ അങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ അഖിക്ക് ഇരുട്ടിനോടുള്ള പേടി മാറിയെന്ന് എല്ലാവരും അറിഞ്ഞത്. ഇപ്പോൾ വസുന്ധരയ്ക്ക് ശ്യാമയുടെ ഒരു പ്രത്യേക ഇഷ്ടമാണ്. അങ്ങനെ മോള് കാത്തിരുന്ന ആ കസേരയും അവള് കൊണ്ടുപോയി. ദേ അപ്പച്ചി, ചുമ്മാ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട. നാളെ ഒരു ദിവസം കൂടി ഉണ്ടല്ലോ, എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നേ ഞാൻ കാണിച്ചു തരാം. പിന്നീട് കാണിക്കുന്നത് പാട്ടെല്ലാം കഴിഞ്ഞ് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. എന്നാലും എന്റെ ശ്യാമേ, നീ ഇങ്ങോട്ട് വരുന്നത് എന്നോട് പറഞ്ഞില്ല. എന്റെ അടുത്ത് ഇരിക്കാൻ വിളിച്ചിട്ടും നീ വന്നില്ല. എന്താണെങ്കിലും മോശമായി പോയി. അത് പിന്നെ അമ്മേ, അരുന്ധതി മേഡം അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് എന്താണെങ്കിലും കുഴപ്പമില്ല. ശരി, വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അവരൊരുമിച്ച് ഇറങ്ങുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. അഖില് ഓഫീസിൽ നിന്നും തിരികെ വരികയാണ്. ശ്യാമ എവിടെ അഖിയെന്ന് ഐശ്വര്യ ചോദിക്കുമ്പോ ശ്യാമ ഇവിടെ ഇല്ലേ എന്ന് അഖില് ചോദിക്കുന്നു. ശ്യാമ ഇവിടെ ഇല്ലേ എന്നോ? ശ്യാമ രാവിലെ പോയതാണല്ലോ.
അഖി, നീ ഓഫീസിലേക്ക് പോയതിന് പിന്നാലെ തന്നെ ശ്യാമയും ഇറങ്ങി. ദേ ഐശ്വര്യടുത്തി, വെറുതെ ഒന്നും പറയാൻ നിൽക്കല്ലേ. ശ്യാമ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് നന്നായി തന്നെ അറിയാം. ഇത് കേൾക്കുന്ന അപ്പച്ചി പറയുകയാണ്, എന്റെ മോനെ, അവൾ ഇവിടെ ഇല്ല. അതേസമയം അങ്ങോട്ടേക്ക് അമൃതയും വരികയാണ്. അമൃതയും ശ്യാമ ഇവിടെ ഇല്ലെന്ന് പറയുമ്പോൾ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അഖില്. ഞാൻ ശ്യാമയെ സംശയിക്കുന്നതായിട്ട് ഇവിടെ ആർക്കും തോന്നണ്ട. തുടർന്ന് അഖില് പറയുകയാണ്, ഐശ്വര്യടുത്തി, അമൃതയെടുത്തി, എന്നോട് ശ്യാമ പറഞ്ഞിരുന്നു അമ്പലത്തില് കുറച്ച് പൂജകളൊക്കെ നടത്താനുണ്ടെന്ന്. അവരത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് വസുന്ധരയും ശ്യാമയും കൂടി വരികയാണ്. ഇവരെ കാണുന്ന അപ്പച്ചി പറയുകയാണ്, ശ്യാമയെ കാണുവാനില്ലെന്ന് പറഞ്ഞ് അഖിമോൻ പത്രത്തിൽ പരസ്യം കൊടുക്കാൻ വരെ ഒരുങ്ങി. തുടർന്ന് ശ്യാമ മുകളിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, നിന്നെ, എവിടെ പൂജാ സാധനങ്ങളൊക്കെ? ശ്യാമ പൂജാ സാധനങ്ങൾ വാങ്ങാൻ പോയെന്നാണല്ലോ അഖില് പറഞ്ഞത്. ഇത് കേൾക്കുന്ന വസുന്ധര പറയുകയാണ്, എന്ത് പൂജ? ക്ലബിലാണോ പൂജ? ക്ലബില് വാർഷികമായിരുന്നു. വിസ്മയുടെ പാട്ടുമുണ്ടായിരുന്നു. വിസ്മയുടെ പാട്ട് കേൾക്കാനും കമ്പനി കൂടാനുമൊക്കെ ശ്യാമ ക്ലബിലുണ്ടായിരുന്നല്ലോ. ഇതൊക്കെ കേൾക്കുന്ന അഖില് ദേഷ്യത്തോടെ ശ്യാമയെ നോക്കുകയാണ്. എന്താണെങ്കിലും ഭർത്താവിനോടൊന്ന് പറഞ്ഞിട്ട് പോകാമായിരുന്നു എന്ന് അപ്പച്ചി പറയുമ്പോൾ ശ്യാമയെ ചേർത്ത് പിടിച്ചിട്ട് അഖില് പറയുകയാണ്, എന്നോട് പറഞ്ഞിട്ടാ പോയത്. ക്ഷേത്രത്തിൽ പോയി കഴിയുമ്പോൾ ചിലപ്പോ വിസ്മയുടെ പാട്ട് കേൾക്കാൻ പോകുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അരുന്ധതി മേഡം എന്നെ കണ്ടപ്പോ ക്ഷണിക്കുകയും ചെയ്തായിരുന്നു. തുടർന്ന് അഖില് ചെന്ന് ഐശ്വര്യോട് പറയുകയാണ്, ഏട്ടത്തി എന്താ പറഞ്ഞത്? ശ്യാമ വെള്ളമടിക്കാൻ പോയതാണെന്നോ? ഏട്ടത്തിയെ പോലെയാണ് എല്ലാവരുമെന്ന് കരുതി കളയരുത് കേട്ടോ. അത്രയും പറഞ്ഞിട്ട് അഖില് മുറിയിലേക്ക് പോകുമ്പോൾ അഖിലിന്റെ പിന്നാലെ തന്നെ പോവുകയാണ് ശ്യാമയും. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ദേഷ്യത്തോടെ മുറിയിൽ നടക്കുന്ന അഖിലിനെയാണ്. തുടർന്ന് അഖില് ശ്യാമയോട് ചോദിക്കുകയാണ്, പാട്ടൊക്കെ നന്നായിട്ട് പാടാൻ പറ്റിയല്ലോ അല്ലേ വിസ്മയ്ക്ക് വേണ്ടി? അത് പിന്നെ സാർ, ഞാൻ വിശദീകരണമൊന്നും വേണ്ട, എനിക്ക് ഉത്തരം മാത്രം കിട്ടിയാൽ മതി. വിസ്മയ്ക്ക് വേണ്ടി പാടിയോ ഇല്ലയോ എന്ന് ദേഷ്യത്തോടെ അഖില് ചോദിക്കുമ്പോൾ പേടിയോടെ ശ്യാമ പറയുകയാണ്, അത് പിന്നെ ഞാൻ പാടി. ഇത് കേൾക്കുന്ന അഖിലിന് ദേഷ്യം വരികയാണ്. അഖിൽ ദേഷ്യത്തോടെ ശ്യാമയെ നോക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.